പിന്നെ റെഡിയാണെങ്കിൽ തുടങ്ങാമല്ലോ അല്ലെ രവീന്ദ്രൻ സാറേ? ഓക്കെ ഓക്കെ. ഓക്കെ. എന്റെ ലാപ്പിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ ജോയിൻ ചെയ്ത്. നോ പ്രോബ്ലം. ഓക്കെ സർ. ഓക്കെ സർ. യു ക്യാൻ ഹിയർ മീ റൈറ്റ്? ഓക്കെ. ബിജി സാർ എന്നാ തുടങ്ങിയാലോ സർ? സാർ ശരി. ഗുഡ് മോർണിംഗ് എവരി വൺ. കേൾക്കാമല്ലോ അല്ലേ സാർ? കേൾക്കാം. നമ്മൾ ഇന്നിവിടെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഒരു ഓറിയന്റേഷൻ എന്നുള്ള രീതിയിലാണ്. നമ്മൾ എന്താണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്നും ഒരു ഓവറോൾ ഐഡിയ എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ ഉദ്ദേശം. നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കെഡിസ്കിന്റെ YIP പ്രോഗ്രാം മാനേജർ ആയിട്ടുള്ള ബിജു സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഹെഡായിട്ടുള്ള മനോജ് സാർ ആണ് നമ്മുടെ ഈ സെഷൻ ലീഡ് ചെയ്തിട്ടുള്ളത്. സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ്മാര്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, പ്രിൻസിപ്പൽസ്, അതേപോലെ തന്നെ YIP ചുമതലയുള്ള അധ്യാപകരും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനെ റിയൽ ലൈഫ് പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ സൊല്യൂഷൻസ് കുട്ടികളിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ള അല്ലെങ്കിൽ നൂതനാശയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകയാണ് നമ്മുടെ ഈ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്നുള്ള പ്രോഗ്രാം 2018 മുതൽ നടന്നുകൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ 7ാമത്തെ വേർഷനാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം വഴിയെ നമുക്ക് പറഞ്ഞു തരാൻ ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ ഒരു ഫസ്റ്റ് ഒരു വെൽക്കം എന്നുള്ള രീതിയിലേക്ക് വെൽക്കം സ്പീച്ച് നടത്തുന്ന വേണ്ടി നമ്മുടെ YIP കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രൊഫസർ ഷാഹിൻ സാറെ സ്വാഗതം ചെയ്യുകയാണ്. ഷാഹിൻ സാർ. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് പ്രൊഫസർ P. രവീന്ദ്രൻ സാർ, മനോജ് സാർ, ബിജു പരമേശ്വരൻ സാർ, വ്യത്യസ്ത കോളേജുകളെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇവിടെ YIP കോർഡിനേറ്റേഴ്സും പ്രിൻസിപ്പൾസും ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പങ്കെടുത്ത അവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ YIP ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളുടെ ചുറ്റുപാടുള്ള ഒരുപാട് പ്രോബ്ലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻ കുട്ടികളിലൂടെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട മെന്റർഷിപ്പും പിന്നെ ഗൈഡൻസ് എല്ലാം നൽകുകയും വഴി അവർക്കൊരു ഓണ്ടർപ്രണർഷിപ്പും അതേ രീതിയിൽ ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് YIP ഒരു യഥാർത്ഥത്തിലുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അർത്ഥത്തിൽ ഈ നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻസ് തരാൻ വേണ്ടിയിട്ട് ബിജു സാർ ഉണ്ട് ഇവിടെ, മനോജ് സാർ ഉണ്ട്, അനൂപ് സാർ എല്ലാം ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ വളരെ തിരക്കുകൾക്കിടയിൽ നമുക്ക് രവീന്ദ്രൻ സാർ ഉണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഞാൻ രവീന്ദ്രൻ സാറിനെ ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സർ. അതുപോലെ താങ്ക് യു സർ. അതുപോലെ ബിജു പരമേശ്വരൻ സാറും മനോജ് സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 2 റിസോഴ്സ് പേഴ്സൺസിനെയും ഞാൻ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിലും ഇതിലുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സർ. ബാക്കി എല്ലാ കോളേജുകളിൽ നിന്നുള്ള പ്രിൻസിപ്പൽമാരും അതുപോലെയുള്ള YIP നോഡൽ ഓഫീസേഴ്സും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും വ്യക്തിപരമായിട്ട് ഞാൻ പേരെടുത്ത് പറയാതെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബിജു പരമേശ്വരൻ സാറിനെ ക്ഷണിക്കുന്നു. നന്ദി സാർ. അപ്പോ ഞാൻ ആദ്യമായി തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ചുമതലക്കാരെയും, പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് സന്നിഹിതരായിരിക്കുന്ന പ്രൊഫസർ രവീന്ദ്രൻ സാറിനും അതുപോലെ ഷാഹിൻ സാറ്, മറ്റ് പ്രിൻസിപ്പാൾമാർ, കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. ഈ YIP ഒരു ഓറിയന്റേഷൻ സെഷൻ നൽകാനായിട്ട് ഡോക്ടർ മനോജ് ആണ് ആ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക്
ഞാൻ അദ്ദേഹത്തെ വിജി സർ, വിളിച്ചോളൂ. വിജി സർ, VC ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിന് ഇനോഗ്രേഷന് ഫസ്റ്റ് സാർ ഇതാക്കുന്നതായിരിക്കും. ഇനാഗുറേഷന്റെ ശേഷം നമുക്ക് സാർ ഓക്കെ രവീന്ദ്രൻ സാറ് ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ സാറിനെ ബിജു സാറിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു സർ. Good morning to all of you and welcome you all to this program on behalf of the University of Calicut. I think Calicut University ഒരുപാട് പേര് കോളേജിലുള്ള കോളേജ് പ്രിൻസിപ്പൽമാരും മറ്റേ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം ഇതിലുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ KDISCന്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ ഷാഹിൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2014-15 കാലഘട്ടത്തിൽ ഗുജറാത്തിൽ അഹമ്മദാബാദില് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് EDI എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ they had a program for entrepreneurship development program for scientists and technologists എന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ that was a 15 days program. അപ്പൊ എസെൻഷ്യലി എങ്ങനെയാണ് നമുക്ക് ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്റർപ്രണർഷിപ്പ് കൂടെ കൊണ്ടു നടക്കാൻ പറ്റുക എന്നുള്ളൊരു ട്രെയിനിങ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അത് വാസ് വെരി വെരി എൻറിച്ചിങ്. കാരണം നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഈ EDIയിൽ പോയത്. അപ്പൊ ഞാൻ ഗുജറാത്തിൽ അന്ന് അവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ആൾസോ ഹാഡ് ലോട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ്. അപ്പൊ വളരെ ചെറിയ രീതിയിൽ ഓരോ സംരംഭങ്ങൾ തുടങ്ങി വളരെ വലിയ രീതിയിൽ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞു ഈ പല കമ്പനികളിലും പോയപ്പോൾ. നമുക്ക് ഈ കേരളത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമുക്ക് എന്റർപ്രണർഷിപ്പ് പർട്ടിക്കുലർലി പല സെഗ്മെന്റിലും എന്റർപ്രണർഷിപ്പ് ആണ് ശരിക്കും വളരെ നമ്മൾ വീക്കായി നിന്നിരുന്ന ഒരു സെഗ്മെന്റ് ആണ്. കാരണം പലപ്പോഴും ഏറ്റവും യങ് ക്രിയേറ്റീവ് മൈൻഡ്സ് ഒരു 20-25 വയസ്സിലൊക്കെ ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയയുടെ പുറകെ പോയ ഒരാള് അവരാണ് 10-25 കൊല്ലം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ വലിയൊരു വ്യാവസായിക രംഗം തന്നെ കെട്ടിപ്പടുക്കുന്നത്. അത് നമുക്ക് ലോകോത്തര എല്ലാ സ്ഥലത്തും കണ്ടു കഴിഞ്ഞപ്പോൾ എലോൺ മസ്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതുപോലെ ഏത് ലോകോത്തര ബിസിനസ് സംരംഭങ്ങളെന്ന് വലിയ സംരംഭങ്ങളായി നിൽക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഏതെങ്കിലും ഗ്യാരേജിലോ അല്ലെങ്കിൽ വളരെ ചെറിയൊരു സംരംഭമായി തുടങ്ങി വളർന്നു വലുതായ സംരംഭങ്ങളാണ് ഇത് മുഴുവൻ. അപ്പോൾ ഇതിനകത്ത് വലിയൊരു പലപ്പോഴും ഒരു ക്രിയേറ്റീവ് ഐഡിയ, പിന്നെ ഉള്ളത് ഒരു എൻവയോൺമെന്റ് ആണ് ഇത്. അതായത് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഐഡിയ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ 100% കമ്മിറ്റഡ് ആയിട്ട് നമ്മളൊരു സാധാരണ ഒരു കോഴ്സ് എടുക്കുന്നത് പോലെ അല്ല എന്റർപ്രണർഷിപ്പ്. They have to give 100% to that and they will not feel tired of that. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് their baby. അപ്പൊ ആ രീതിയിൽ കുട്ടികൾക്ക് ആ ഒരു പ്രായത്തില് ഒരു പുതിയൊരു കൺസെപ്ച്വൽ ഫ്രെയിമിലേക്ക് അവർക്ക് മാറാൻ പറ്റി, സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റിലേക്ക്, സ്വന്തമായിട്ടൊരു സൊസൈറ്റൽ നീഡ് അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് അവർക്ക് മാറാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ വലിയ സ്ഥാപനങ്ങൾ വളർന്നു വരും എന്നുള്ളത് തന്നെയാണ് ചരിത്രം. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം ഞാൻ അവിടെ അവിടെ അഹമ്മദാബാദിലാണ് ശ്രദ്ധിച്ചിരുന്നത്, ഈ പലപ്പോഴും ഈ നമ്മളിപ്പോ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ ഒരു PSC കോച്ചിങ്, സർക്കാർ ജോലി എന്നുള്ള ഒരു സാധനമാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ പൊതുവെ അവിടെ ഉള്ളൊരു ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകാൻ താല്പര്യമില്ല. സർക്കാർ ജോലികൾ സാറിന്റെ സൗണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഈ ചെറുപ്രായത്തിലാണ് ഏറ്റവും നല്ല ഐഡിയാസ്, കാരണം അവരാണ് സമൂഹവുമായിട്ട് ഏറ്റവും ഇടപഴകി നിൽക്കുന്ന ആളുകൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം കേരള ഗവൺമെന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ KDISC പോലുള്ള ഈ പദ്ധതി, ഈ യങ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാംസ്. അത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം പ്രോഗ്രാംസ്, പിന്നെ അതുപോലെ റൈറ്റ് എൻവയോൺമെന്റ്, അങ്ങനെ ഒരു ഐഡിയ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു അന്തരീക്ഷം കൂടി നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കേരളം ഒരു വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരികമായുള്ള രംഗങ്ങളിലൊക്കെ
വളരെയധികം മുന്നോട്ട് പോയുള്ള ഒരു സമൂഹം. സാമ്പത്തികമായിട്ടും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇന്ന് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അപ്പോൾ ആ അന്തരീക്ഷത്തിന് ഗുണപരമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ഈ യങ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം പോലുള്ള സംഗതികൾ നമ്മളെ ഇന്നോവേഷൻസ് നമുക്ക് എപ്പോഴും YIP രണ്ട് ഇതാണ്. ഇപ്പം ഒന്ന് ഇന്നോവേറ്റേഴ്സ് ആർ ദ വൺസ് ഹു ഇവഞ്ച്വലി ടേൺ ഇൻ ടു എന്റർപ്രണേഴ്സ്. അപ്പൊ അത്തരം ഇന്നോവേഷൻസിലേക്ക് പോകുവാനും അവർക്കത് കൂടുതൽ നല്ല രീതിയിലേക്ക് വളരാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനൊക്കെ ഈ എടുക്കുന്ന ഈ ശ്രമത്തിന്റെ ഈ വെളിച്ചത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അടുത്ത വരും കാലങ്ങളിൽ ഇതിന്റെയൊക്കെ ഒരു ഫലം കാണുന്നത് ചിലപ്പോൾ 5-10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് ആവണം എന്നില്ല. കാരണം പലപ്പോഴും ഈ പറഞ്ഞ സംരംഭങ്ങളെല്ലാം വളർന്ന് വികസിക്കുമ്പോൾ മാത്രമാണ് ഇത് സമൂഹത്തിൽ അതിന്റെ വിജയിച്ചു എന്ന് പറയാൻ പറ്റും. അത് നമ്മളൊരു വിത്ത് ഇറക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു. എത്ര എനിക്ക് പറയാനുള്ളൂ. നന്നായി നടക്കട്ടെ. ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ബി എ റിച്ച് എക്സ്പീരിയൻസ്. ഇത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കണം. ഇത് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ ഹെഡ്സും കോർഡിനേറ്റേഴ്സുമായിട്ടുള്ള ഈ പ്രക്രിയയാണ്. ഇത് പക്ഷേ യഥാർത്ഥത്തിൽ എത്തേണ്ടത് ഈ താഴെക്കിടയിലുള്ള നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിലേക്ക് എത്തണം. ആ യങ് ജനറേഷൻ, ദേ ആർ ദ വൺസ് ഹു ആർ ഗോയിങ് ടു ആക്ച്വലി മേക്ക് എ ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. Thank you, sir. Thank you, sir. Over to Biju, sir, please. താങ്ക് യു സാർ. മനോജ് സാർ ഇപ്പം YIP പറ്റിയുള്ള ഓറിയന്റേഷൻ നൽകുന്നതാണ്. ഡോക്ടർ AS മനോജ്, ഹെഡ് ഓഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, KDISC. ഹോപ്പ് സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. Yes, sir. കാണുന്നു. കാണാം. Right. Yeah, so good morning everyone present there, respected VC Ravindra sir, Shahin sir, others who present in the meeting. A warm welcome to you. ഞാൻ ഇന്ന് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം 7.0 കൊഹോർട്ടിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. To just give you an awareness of the importance of the program, what we intend about the program and mission എന്താണ്, objective എന്താണ്, and what is the outcome we expect out of the program. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. At the same time, at the end of this presentation, there will be a small session on how the registration process can be carried out. എന്നുള്ള രണ്ട് ആസ്പെക്റ്റിൽ, and last part we will take some of the questions so that we will answer your questions for getting it clear. അപ്പൊ ഇങ്ങനെയുള്ള 3 പാർട്ടായിട്ടായിരിക്കും ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. So as you know that vision of YIP എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം വേൾഡ് എക്കണോമിക് ഫോറം very recently they conducted a study and they said that there are 6 important skills every professional or the youngsters should develop, be it be any domain they are, be it be engineering, be it be management, be it be economics, be it be art, science, what literature, whatever they learn, but it is very important that they have to be equipped with 6 important skill sets. നമ്മുടെ ബഹുമാനപ്പെട്ട VC സാർ പറഞ്ഞതുപോലെ അതിനകത്ത് ഇന്നോവേഷനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അവിടെ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള ലെവലിലേക്കാണ് ഈ 6 ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞത്. സോ വാട്ട് ദേ സെഡ് ഇസ് ലൈക്ക് critical thinking, creativity, problem solving, innovation, communication and collaboration. ഈ 6 സ്കിൽസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. And it cannot be developed inside the 4 walls of the classroom. That is a reason why even the whole education system has to revamp, it has to change. And even when companies look for taking people also, അവർ evaluate ചെയ്യുന്നതും ഈ 6 important skill sets ആണ്. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്കറിയാം, gone are the days where the companies just evaluate the students based on the merit or the percentage of the marks or their ability to answer questions. എന്നുള്ളത് മാറിയിട്ട് ഇപ്പൊ right now even the companies also they try to really analyze, evaluate students based on the 6 important skills which I have already told you, which was reiterated by the World Economic Forum after conducting a study. And it is critical thinking, creativity, problem solving, innovation, communication, collaboration.
And fortunately, YAP is a program where all the six skill sets which mentioned by World Economic Forum will really help students to develop. അപ്പോൾ ഈ ഒരു YAP പ്രോഗ്രാമിൽ കൂടെ ഈ പറഞ്ഞ 6 സ്കിൽ സെറ്റ്സും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ one of the vision we put is like we have to foster a culture of innovation. നമ്മുടെ ബഹുമാനപ്പെട്ട VC സാർ പറഞ്ഞതുപോലെ എങ്ങനെയാണ് കൾച്ചർ ഓഫ് ഇന്നോവേഷൻ, ആ ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റ്. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞ സ്കിൽസിൽ ഒന്നാണ് ഇന്നോവേഷൻ. സോ ഇന്നോവേഷൻ കനോട്ട് ബി ഇംപയർഡ് ഓർ അക്വേർഡ് ഇൻ എ ഡേ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ അവിടെ ആ കൾച്ചർ ഓഫ് ഇന്നോവേഷൻ ഇക്കോസിസ്റ്റത്തിൽ ഇങ്ങനെ കൊണ്ടുവരാം. And the program envisions exploring teams of young students to innovate to the innovation cycle. So the young minds, the brilliant young minds, or the നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ബേസിക്കലി ദേ ക്യാൻ തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. അവരൊരു കൂട്ടായിട്ടിരുന്നു എങ്ങനെ ഇതിനെ ചിന്തിച്ച് പല പല ഐഡിയകൾ, പുതിയ പുതിയ നൂതന ആശയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇതിനെ ഒരു ഇന്നോവേഷൻ ഭാഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സൈലോസ് ആക്ടിവിറ്റി. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇരുന്ന് ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പം ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സോട് കൂടി ഒരു ടീം ഡൈനാമിക്സിൽ അവർ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവർക്ക് അങ്ങനെ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ വാട്ട് ദേ യൂഷ്വലി ഡു ഇസ് ലൈക്ക് ദിസ് യങ് സ്റ്റുഡൻസ് ദേ കം ടു ദിസ് ഇന്നോവേഷൻ സൈക്കിൾ പ്രൊവൈഡിങ് ദം വിത്ത് ടൂൾസ് ആൻഡ് മൈൻഡ് സെറ്റ്. അപ്പൊ ഇവരെ നമ്മൾ ഇന്നോവേഷൻ കൾച്ചർ കൊണ്ടുവരാനായി കുറെ ടൂളുകളും അതോടൊപ്പം ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ ദാറ്റ് ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി സൊസൈറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ത്രൂ ദെയർ innovations, building their career as a change maker. So these students can become change makers. Avarku endu cheyam societal transformation they can bring in, where they try to identify problems which are real world problems, and through their innovative mindset, by applying innovative ideas, they can solve these issues. Ennulladana one of the vision. That is a vision of YAP. Then moving forward, regarding the mission of YAP, it is to empower and equip the youth with essential skills such as design thinking. They should understand the root cause analysis. They should know how to collaborate, creative problem solving, and leadership. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ബേസിക്കലി ഈ പ്രോഗ്രാം വഴി അവരെ എംപവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Through these immersive programs, the initiative aims to instill the sense of learning, empathy, acceleration, and disruption. We usually call it as LEAD. And the program says to mentor and network with young minds, encouraging them to develop innovative products, process systems, showcasing in the Young Innovators Challenge. So as you know that നമ്മുടെ YAP as a program usually happens in 3 different segments. One is on product process systems, we club together as one. Then next is about social enterprise creation. Then the third one is about even applied research. So we also foster these 3 different segments. One, I repeat again, the product process system as a one cohort. Then we have social enterprise creation. And the last one is about applied research. As you know that most of the academic research just lie in books or as just a piece of paper. Instead, that how can you really apply those things in creation of further, it can be augmented in the creation of a product process or a system. ആ ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് റിസർച്ചിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റേഷൻ പാർട്ടിലേക്ക് കൊണ്ടുവരാൻ കൂടി പറ്റണം. അതാണ് മെയിൻ ആയിട്ട് റിസർച്ചിന്റെ ഒരു ഒബ്ജക്റ്റീവ്. സോ അതും ഈ YAP വഴി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു മിഷനായിട്ട് നമ്മൾ പറയുന്നത്. So as you know that the tagline of Young Innovators program is called as democratization of innovation. And we want to democratize innovation and create that innovation ecosystem across Kerala. And it is open for schools and college students from 13 to 37 years. And because innovation can come from anybody. So there are young innovators. We have plenty of examples and living examples here where young innovators, even students from the schools, they started coming up with some fantastic ideas. Later they created it to startups and enterprises. അപ്പൊ അങ്ങനെയുള്ള വളരെ ചെറിയ കുട്ടികൾ തന്നെ അവരുടെ ഐഡിയയിൽ കൂടി പുതിയ പുതിയ എന്റർപ്രൈസുകൾ ഉണ്ടാക്കിയ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, സക്സസ് സ്റ്റോറീസ് ഉണ്ട്. സോ അപ് ടു ദി റിസർച്ച് സ്കോളേഴ്സ് 37 years we opened this window. Those students can become a part of this YAP program. As you know that, as I told you, ഒരു ടീം ബേസ്ഡ് ആക്ടിവിറ്റിയാണ് എപ്പോഴും ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻ. ഇൻവെൻഷൻ ബേസിക്കലി ഒരു സൈലോസ് ആക്ടിവിറ്റിയാണ്. ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ മേ ബി പല എക്സ്പെരിമെന്റേഷനകത്തും പല സയന്റിഫിക് ഇതൊക്കെ ചെയ്തതിന് ശേഷം കൊണ്ടുവരുന്ന ഒരു കണ്ടുപിടുത്തമാണ് ബേസിക്കലി ഇൻവെൻഷൻ. ബട്ട് വേറാസ് ഇന്നോവേഷൻ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്, വേർ യു മേക്ക് സം ട്വിക്കിംഗ്, യു ആഡ് സംതിങ്, you augment the existing one, and you add some attributes to it. And finally what happens is, like in innovation, you try to really add value.
സോ നമ്മുടെ ഒരു വാല്യൂ അഡീഷൻ വരുമ്പോഴാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ അവിടെ ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. സോ ഇവിടെ നമ്മുടെ YIP-ക്കകത്ത് നമ്മൾ ചെയ്യുന്നത് ഫോർ സ്കൂൾസ് we put like 2 to 3 members per group. അപ്പോൾ ഒരു ഐഡിയ കൊണ്ടുവരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പറ്റില്ല, 2 മുതൽ 3 വരെയും. ഫോർ കോളേജസ് ഇറ്റ് ഈസ് അബൌട്ട് 2 to 5. അപ്പം അങ്ങനെയാണ് 2 ടീം ബേസ്ഡ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ 2 സെഗ്മെന്റിലേക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആസ് യു നോ ദാറ്റ് ദിസ് പ്രോഗ്രാം ഈസ് അപ് ടു 3 years. ഇതൊരു 3 വർഷം വരെ നീളുന്ന ആക്ടിവിറ്റിയാണ്. സോ 1 to 3 years ഡിപ്പെൻസ് അപ്പോൺ how do you do it. So ഇതിനകത്ത് റിവാർഡ്സ് ഉണ്ട്, മെന്ററിംഗ് ഉണ്ട്, ഫണ്ടിങ് ഉണ്ട്, ആൻഡ് വി ഹാവ് ഫേസ്ഡ് ദ എക്സിറ്റ്സ് ഓൾസോ. So this is how the Young Innovators program usually moves. And next is about ഏതെല്ലാം തീമിൽ കൂടിയാണ് നമുക്കിപ്പം see there, as I told you earlier, students may try to find out some of the societal problems, real world problems which are existing there, and based on that they may come up with some ideas, innovative ideas to solve it. So and we know that even UN have around 17 sustainable goals, and most of the works usually happens or revolves around the 17 sustainable goals. ഇവിടെ നമ്മൾ YIP തീമിനകത്തുനിന്ന് നമ്മൾ we have identified 13 themes in the context of Kerala. അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒന്ന് ഡിജിറ്റൽ ആൻഡ് ക്രിയേറ്റീവ് ആർട്ട് ഫോംസ്, AR VR, ഗെയിം ഡിസൈൻ. ദാറ്റ് ഇസ് വൺ ഓഫ് ദി ഏരിയ വെയർ സ്റ്റുഡൻസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ഓർ കം അപ്പ് വിത്ത് സംതിങ് ഇൻട്രസ്റ്റിംഗ്, innovative idea. And another area is like fisheries and ocean science, innovation collectives and cooperatives, good governance and public service delivery, traditional industries like MSMEs, then assistive technologies and wearables, data science and future technologies, animal husbandry and poultry sciences, water conservation and drinking water, which is a very important area, renewables, energy conservation, e-mobility, carbon sequestration, which is also one of the upcoming area, capital market and digital public infrastructure, which is booming right now, agriculture and plant science, very important, dairy and food technologies, urban planning, transport, port and harbor engineering. A lot of scope has been there right now. Problems of marginalized and backward region, complementary and alternative medicine, Ayush, problems of elderly, which can be a pressing problem, right, which Kerala is going to face in near future. നമുക്കറിയാം പ്രോബ്ലംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സയൻസസ്, സ്പേസ്, എയറോനോട്ടിക്സ് ആൻഡ് മിലിറ്ററി സയൻസസ്. ഇപ്പൊ സ്പേസിലൊക്കെ ഒത്തിരി സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. പബ്ലിക് ഹെൽത്ത്, ആസ് യു നോ ദാറ്റ് ഇസ് ഓൾസോ വെരി ക്രൂഷ്യൽ ഏരിയ. പബ്ലിക് ഹെൽത്ത്, പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ, then solid, liquid and hazardous waste disposal, another pressing issues. Then post-pandemic innovations and epidemic management, modern medicine and biomedical technology. Plenty of developments are happening in the field of biomedical thing as well as in science and technology area. Then spatial dimensions of development, fitness, wellness and youth welfare, earth science, mining and geology as a part of നമ്മളിപ്പോൾ ഈ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ബേസിക്കലി ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് റെലവൻസ്. ബയോടെക്നോളജി, മോളിക്കുലർ ബയോളജി, ഇപ്പൊ നമുക്കറിയാം എന്താണ് സിന്തറ്റിക് ബയോളജീസ് ഓൾ കമ്മിങ് അപ്പ്. ദീസ് ആർ ഓൾ newly upcoming ആയിട്ടുള്ള ഏരിയാസ് ആണ്. Then education and skilling needs to have a lot of intervention. And finally shelter, heritage and culture. So these are the 30 broad themes. Students, if any of the students ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു തീമിൽ ഒരു ഐഡിയ ഉണ്ട്, ഒരു ഇന്റർവെൻഷൻ എനിക്ക് ചെയ്യണം, ഇഫ് ഐ വോണ്ട് ടു മേക്ക് എ ചേഞ്ച്, ഒരു ചേഞ്ച് മേക്കർ ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും these are the areas which is open to them. This is how the innovation journey is all about. This is how we have planned, like starting from idea generation. Then we have the preliminary evaluation. Then we will have the block level training, or we have the foundation training. We give a foundation training. Then we have the district level evaluation. So the preliminary evaluation have certain rubrics, certain criteria which has to be evaluated. In district level evaluation also we have another. So once the preliminary evaluation is over, then we give some hand holding training to them to equip them. Then they will go for this. We will also provide them a tech, how to prepare the tech, and accordingly they will go for district level evaluation. Little more areas and little more elements will be evaluated. Our കുറച്ചുകൂടി attributes evaluate ചെയ്യും. We have a separate tech for that. അതിന് separate rubrics ഉണ്ടാവും. അത് വെച്ച് district level evaluation നടത്തുന്നു. അതിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഇമേർഷൻ ട്രെയിനിങ് എന്ന് പറയുന്ന ഒത്തിരി ഏരിയകളിലാണ് നമ്മൾ ബേസിക്കലി വി ഫോക്കസ് ഓൺ ഡിസൈൻ തിങ്കിങ് ആസ് എ ടൂൾ ഫോർ പ്രോബ്ലം സോൾവിങ്. ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഹൗ ദാറ്റ് ടൂൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ സോൾവിങ് എ പ്രോബ്ലം, ഇന്നോവേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിന് ഉപയോഗിക്കുന്ന ടൂളാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് വർക്ക്ഷോപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ദെൻ വി ഗീവ് എ ട്രെയിനിങ് ഓൺ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. We will give a training on social enterprise creation. ഒരു സോഷ്യൽ എന്റർപ്രൈസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം,
then IR 4.0 technologies, latest industrial revolution 4.0 technologies in a hand-holding training. Then we take them to the what is called the business plan creation. Basically, our startup like enterprise creation, it's very important that they should have a business plan with them. So, our business plan, our enterprise canvas and create, and finally, we give session on research methodology for the students in the research domain. Research segment research training. So these are the 6 important areas where we give training as a part of immersion training. Immersion training again they go for state level evaluation. State level evaluation, we have evaluators from the domain, evaluators from the technology side, so as well as from the management side. They will sit together and they will ask questions with regard to the deck which they prepare, they present, and accordingly select. Then once the state level evaluation is over, state level winners are down, then YAP onboarding, then mentor connect. So once it is over, so once based on their domain which is mentor connect to take it forward. Then we have 3 tracks. On the rapid innovation track, we call it as RIT. Then we have the accelerated innovation track, that is AIT, and normal innovation track, NIT. It takes, so that's the reason why I said it's a program from 1 year to 3 years. Depends upon the convenience as well as how the student progress. So support team idea support basically enterprise creation connect mentor connect like connect we have an exit workshop. So this is the whole gamut of the journey of YAP 7.2 student journey, or innovation journey. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ ബഹുമാനപ്പെട്ട VC പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും സൊസൈറ്റിയൽ പ്രോബ്ലംസിനെ കാണുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് വെറുതെ ഒരു പ്രോബ്ലം കണ്ടിട്ട് പലപ്പോഴും കുട്ടികൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, ഈവൻ നമുക്കറിയാം നമ്മളിപ്പോൾ YAP 1.0 മുതൽ തുടങ്ങി 2018 തുടങ്ങി ഇതുവരെ എത്തുമ്പോഴും പലപ്പോഴും അവർക്ക് ഐഡിയകളുണ്ട്, ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു റിയലി കം അപ്പ് വിത്ത് എ ഇഫക്റ്റീവ് solution or an idea which can really help in solving a real world problem. അപ്പോൾ അതിനകത്ത് ഒരു പ്രോബ്ലത്തിന് എങ്ങനെ കാണണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോബ്ലത്തിന് എങ്ങനെ കാണുന്നു അതനുസരിച്ചിരിക്കും അതിന്റെ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം പലപ്പോഴും പ്രോബ്ലത്തിനെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനകത്താണ് നമ്മൾ ഇതിനൊരു പ്രോബ്ലം ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ടൂൾ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. സോ വേർ ഇറ്റ് ഹാസ് 8 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ്. ഈ കമ്പോണൻസിൽ കൂടി ഒരു കുട്ടി പോകുമ്പോഴാണ് ബേസിക്കലി അതിന് ആ പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴും ആ കുട്ടി പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ദി ഇഷ്യൂ ഹാപ്പൻസ് ഇസ് ലൈക്ക് ഇറ്റ് ക്യാൻ റിയലി അഫക്ട് ദെയർ ഐഡിയ ഓൾസോ, ഇറ്റ് ക്യാൻ റിയലി ഫൈനലി അഫക്ട് ദി സൊല്യൂഷൻ. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷനിലേക്ക് വന്നെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പല കുട്ടികളുടെയും സൊല്യൂഷൻസ് ഒരിക്കലും വയബിൾ ആവാത്ത, സസ്റ്റൈനബിൾ ആവാതെ പലപ്പോഴും എക്സിറ്റ് ആയിപ്പോ, ഐ മീൻ അവർ ഇവാലുവേറ്റ് ചെയ്ത് പുറത്തായി പോകുന്നു. So, and at the same time, it is not going to really help in solving a real world problem. അപ്പോൾ അവിടെ നമ്മൾ ഒരു 8 ആസ്പെക്ട്സ് അവർക്ക് പറയുന്നുണ്ട്. First of all, as a student, as an ideator, when they go out and see a real world problem, they should understand, outline, എന്താണ് ആ പ്രോബ്ലം, എന്താണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. So what as an ideator, as a group I can do എന്നുള്ളത് മനസ്സിലാക്കണം. That is the first thing. Second is about the context. What is the background of the problem? So you ask about the whys and hows. Why is the 5 W's and 1 H. Usually we call it as the what, why, who, whom, and the how part of the problem. So here it is very important that they should understand the context, the background എന്താണ്, എങ്ങനെയാണ് ഈ പ്രോബ്ലം, why did this come about, എന്തുകൊണ്ട് ഈ പ്രോബ്ലം വന്നു, ഇത് എത്ര കാലമായി ഈ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നു. These type of questions has to be answered, right? അതാണ് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. Then the third one is the most important. നമ്മൾ റൂട്ട് കോസ് എന്ന് പറയും, മൂലകാരണം കണ്ടുപിടിക്കുക. പലപ്പോഴും പല പ്രോബ്ലംസും നമ്മൾ റൂട്ട് കോസ് അനാലിസിസ് ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥമായ അതിന്റെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. We use what is called a tool called as 5 whys. We ask why and why to find out the root cause of the problem. റൂട്ട് കോസ് മൂലകാരണം കണ്ടുപിടിക്കാതെ നമ്മൾ മൂലകാരണത്തിൽ മാത്രം കണ്ടുപിടിച്ച് അതിന് സൊല്യൂഷൻ കൊണ്ടുവന്നാൽ ആ പ്രോബ്ലം എന്നേക്കുമായി സോൾവ് ആവത്തുള്ളൂ. അതിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചസിലേക്ക് നമ്മൾ സോൾവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ദാറ്റ്സ് എ റീസൺ വൈ വി യൂസ് ദിസ് 5 whys ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. അപ്പൊ അത് മനസ്സിലാക്കണം, ഇതാണ് പ്രോബ്ലം, ഇതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് കോസ് ചെയ്യുന്നത്. Then next is about students should also understand that what are the current alternatives. ഇപ്പൊ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ആസ് വേസ്റ്റ് പ്രോബ്ലം എടുത്തു, ഇഷ്യൂ വാട്ടർ പൊല്യൂഷൻ എടുത്തു. We have certain current alternatives which is running in place. ഇപ്പം കുറച്ച് കറണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വാട്ട് ആർ ദ കറണ്ട് ഓൾട്ടർനേറ്റീവ്സ്? പലപ്പോഴും പല സൊല്യൂഷൻസും ഓൾറെഡി ഉള്ളതിനായിരിക്കും കുട്ടികൾ വീണ്ടും കൊണ്ടുവരുന്നത്. അപ്പം ദേ ഹാവ് ടു ഡു എ ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഓൺ ദിസ്
and understand what is the real problem and do a root cause analysis, context കണ്ടുപിടിക്കുക, root cause കണ്ടുപിടിക്കുക. then ഇപ്പോൾ ഉള്ള alternatives എന്തൊക്കെയാണ്, ഈ alternatives അടുത്തത് കഴിഞ്ഞാൽ ആ alternatives ഷോർട്ട് കമ്മിങ്സ് എന്തൊക്കെയാണ്, ഇന്ന alternatives ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ ആ പ്രോബ്ലം ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് അത് they have to find out. then about the stakeholders, very very important. ഈ പ്രോബ്ലമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, be it be waste management, be it be science and technology issue, or be it be health issue, whatever you take, അവിടെ ഉള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, ആരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, അവരെന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു. ബിക്കോസ് നമ്മൾ കൊണ്ടുവരുന്ന ഓരോ സൊല്യൂഷനും ഓരോ ഐഡിയ എന്ന് പറയുന്നതും ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനായിട്ടും അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ when you ask a stakeholder about it, they say that, yeah, it's solved. ആ ഒരു ലെവലിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. സോ അതിനകത്ത് ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് കൃത്യമായിട്ട് സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ്, വി യൂഷ്വലി കോൾ ഇറ്റ് സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ്. ഇപ്പൊ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, ഹൗസ് ഹോൾഡ്സ് ഉണ്ടാവും, ഹൗസ് വൈഫ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ്സ് ഉണ്ടാവും, ആ ഒരു റെസിഡൻസിന്റെ ആൾക്കാരുണ്ടാവും, സൊസൈറ്റിയിലുണ്ടാവും ആൾക്കാരുണ്ട്, ഗവൺമെന്റ് വിൽ ബി എ പാർട്ട്, ഈവൻ അങ്ങനെ ആരൊക്കെയാണ് അത് ഓരോ there can be direct as well as indirect stakeholders. ഡയറക്റ്റ് ആയിട്ടുള്ളതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ് കൃത്യമായിട്ട് ചെയ്യണം. Then constraints. What are the constraints or the challenges faced by faced with regard to the problem? ഇപ്പോഴത്തെ ഈ ഒരു പ്രോബ്ലത്തിനുള്ള കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? ആസ് എ സൊല്യൂഷൻ പ്രൊവൈഡർ ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ട്, എന്തൊക്കെ ഹഡിൽസ് എനിക്കുണ്ട്, അതെങ്ങനെയൊക്കെ എനിക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ആൻഡ് ഫൈനലി അബൌട്ട് ദി ഫിനാൻഷ്യൽ, സോഷ്യൽ, ഇമോഷണൽ ഇമ്പാക്ട്. ഓരോ ഇഷ്യൂവിനും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഉണ്ട്, social impact ഉണ്ട്. At the same time there can be emotional impact, depends upon the problem, right? ചിലർക്ക് ഇമോഷണൽ ഇമ്പാക്ട് ഉണ്ടാകാം, ചില പ്രോബ്ലം കൊണ്ട് ഇമോഷണൽ ഇമ്പാക്ട് ഉണ്ടാകാം, അതുപോലെ സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാകാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഉണ്ടാകും. ഇഫ് യു ടേക്ക് എഡ്യൂക്കേഷൻ ആസ് എ സിസ്റ്റം, ആസ് എ സ്കില്ലിംഗ് ആസ് എ പ്രോബ്ലം, ഇപ്പോൾ സ്കില്ലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, സ്കില്ലിംഗ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഉണ്ട്, ബിക്കോസ് പീപ്പിൾ ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി but they are not adequately skilled. Social impact undo, yes, most of the people will not get job, unemployment still exists. എന്താണ്, what is the emotional impact? People become disheartened. ഇതൊക്കെ റീസൺ കൊണ്ടായിരിക്കും പലപ്പോഴും പല ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. സോ ദാറ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്ട്, സോഷ്യൽ ഇമ്പാക്ട് ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട് ഹാസ് ടു ബി മെഷർഡ് ക്ലിയർലി. അപ്പൊ ഇതാണ് ഒരു പ്രോബ്ലത്തിന് നമ്മൾ വളരെ ക്ലിനിക്കലായിട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഒരു കുട്ടി ആ പ്രോബ്ലത്തിനെ കൃത്യമായിട്ട് നന്നായിട്ട് that person should go deep, dive deep into the details. ഇങ്ങനെ ഒരു ക്യാൻവാസിൽ കൂടി മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ അടുത്ത ഒരു പ്രശ്നം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സൊല്യൂഷൻ കൊണ്ട് വരില്ല. ആൾക്കാർ പ്രശ്നം പറഞ്ഞ ഉടനെ സൊല്യൂഷൻസ് ആയിട്ട് വരികയാണ്. അത് നമുക്ക് ബേസിക്കലി എന്താണ് ആ പ്രശ്നമെന്ന് നല്ല ആഴത്തിൽ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റേക്ക് ഹോൾഡർ. അവിടെയാണ് നമ്മൾ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരുന്നത്. സോ ബേസിക്കലി ദർ ഇസ് എ കോൺസെപ്റ്റ് ഏർലിയർ കോൾഡ് ആസ് വോയിസ് ഓഫ് കസ്റ്റമർ. ഇത് കോർപ്പറേറ്റ് ഫീൽഡിനകത്ത്, കാരണം എപ്പോഴും കോർപ്പറേറ്റ്സ് നമുക്കറിയാം ഇന്നോവേഷൻ, അവരുടെ ഭാഗത്ത് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൊമേഴ്സ്യലൈസേഷൻ, പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ ഒരു ഇന്നോവേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് പ്രോഫിറ്റ് അലോൺ. അതിനകത്ത് ഒരു വാല്യൂ അഡീഷൻ ടു സൊസൈറ്റി, ദിസ് ക്യാൻ റിയലി ബ്രിങ് ഡിലൈറ്റ് ടു ദി കസ്റ്റമേഴ്സ്, ഒരു സ്റ്റേക്ക് ഹോൾഡർ സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് നമ്മൾ പറയാൻ കാരണം, ബിക്കോസ് വി ആർ നോട്ട് ജസ്റ്റ് ഡീലിംഗ് അലോങ് വിത്ത് ദി കസ്റ്റമർ അലോൺ. ഇവിടെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷന്റെ പ്രോബ്ലം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് മാത്രമല്ല, സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, then we talk about the institutes ആണെങ്കിൽ മാനേജ്മെന്റ് ഉണ്ടാവും, then ഇൻഡസ്ട്രി ഉണ്ട്, റൈറ്റ്, ഇൻഡസ്ട്രീസ് ഉണ്ടാവും, അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം, അത് ഗവൺമെന്റ് ഉണ്ട്. ഇതെല്ലാം സ്റ്റേക്ക് ഹോൾഡർ ആണ്. ദേ ആർ ഓൾ ഇൻവോൾവ് ഇൻ ദിസ് ഇൻ ഡിഫറെന്റ് ഫോംസ്. അവരുടെ കോൺട്രിബ്യൂഷൻസ് പലതാണ്. സോ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ വെൻ യു ടോക്ക് അബൌട്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, മേക്ക് ഷുവർ ദാറ്റ് ഇത് ഫീഡ് ചെയ്യുന്ന എന്താണ്, നമ്മൾ എന്തിനാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, വൈ സ്റ്റുഡൻസ് എഡ്യൂക്കേറ്റ് ഫോർ, നോട്ട് ഫോർ ഡെവലപ്മെന്റ് ഓഫ് നോളജ് അലോൺ, സ്കില്ല് വേണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇത് ഫൈനലി എവിടെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്, ഇത് എവിടെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, വെൻ ദേ ഫൈനലി once they complete their education, automatically they should get employment. അപ്പൊ അതിലേക്ക് അത് എത്തണം. And that should add value and it should create a knowledge economy. ഇങ്ങനെ ഇതൊരു ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു വലിയ സംഭവമാണ്. അപ്പൊ അതിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. So here what we do is, like, a student has to, an ideator should understand the process, understand the stakeholder needs എന്താണ്, wants എന്താണ്, expectations എന്താണ്, what are the dislikes, ഇത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട്
നമ്മൾ അവരോട് സംസാരിക്കുക. ഐ ഹാവ് എ സൊല്യൂഷൻ, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഹൗ ദിസ് ഐഡിയ വിൽ വർക്ക്. ഇത് കൃത്യമായിട്ട് അവരോട് നമ്മൾ സംസാരിച്ചും ഇന്ററാക്ഷനിൽ കൂടെ മാത്രമേ നമുക്ക് എപ്പോഴും ആ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഐഡിയ നമുക്ക് നല്ലതായിട്ട് പ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ വി ഗോ ഫോർ ദിസ് വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ. പല ആൾക്കാരും ചോദിക്കും ഇതൊക്കെ ആവശ്യമുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേക്ക് ഹോൾഡറിനെ മനസ്സിലാക്കാതെ, സോ വെരി റീസെന്റ് ഹാർവാർഡ് ബിസിനസ് റിവ്യൂ പോലും ഒരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 80% ഓഫ് ദി പ്രൊഡക്ട്സ് ഓർ 80% ഓഫ് ദി കമ്പനീസ് ഫെയിൽ നോട്ട് ബിക്കോസ് ഓഫ് ദർ പ്രൊഡക്ട്സ്. പ്രൊഡക്റ്റ് കൊണ്ട് മാത്രമല്ല അവർ ഫെയിൽ ചെയ്യുന്നത്, ദേ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റേക്ക് ഹോൾഡർ, ദി കസ്റ്റമർ എക്സ്പെക്ടേഷൻ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമ്മൾ so most of the companies they fail because they don't understand what the stakeholder require. അത് അതിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചാണ്, റൈറ്റ്? സോ ഇത്രയും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, വി ഹാവ് എ പ്രോബ്ലം ഷെൽ. ഇതാണ് നമുക്കുള്ളത്, നമുക്ക് തീംസ് എന്ന് പറയുന്നത്. ഇനി ചില കുട്ടികൾ പറയുന്നത് എനിക്ക് ബേസിക്കലി ഐ ഡോണ്ട് ഹാവ് ആൻ ഐഡിയ, ഓർ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലംസ് കിട്ടുന്നില്ലെങ്കിൽ again KDisk is there to help you. We have what is called a project shelf. We have around 1900 problem statements. The real world problem statements are which we collected from different government departments across Kerala. A couple of years back we have conducted, last year നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡിപ്പാർട്ട്മെന്റൽ വർക്ക്ഷോപ്പ് നടത്തി. കേരളത്തിലുള്ള എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെയും 14 ജില്ലകളിലും നമ്മൾ വർക്ക്ഷോപ്പ് നടത്തി. അവര് ബേസിക്കലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഈവൻ ഇതെല്ലാം റിയൽ വേൾഡ് ഇഷ്യൂസ് ആണ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ദേ വർക്ക് ഫോർ ദി പീപ്പിൾ റൈറ്റ്. അപ്പം ഓരോ ജനങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും അനുഭവിക്കുന്ന ഇഷ്യൂസിന് സോൾവ് ചെയ്യാൻ കൂടിയാണല്ലോ അവർ. അത് ആ ഡിപ്പാർട്ട്മെന്റ്സ് ദേ ഫേസ് എൻ നമ്പർ ഓഫ് ഇഷ്യൂസ്. അവർ ആ പറയുന്ന ഇഷ്യൂസിനെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഈ പ്രോബ്ലം ക്യാൻവാസിൽ കൂടി കൊണ്ടുപോയി ഇതിനെ റിഫൈൻ ചെയ്ത പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്സ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. സോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഒക്കെ വന്ന പ്രോഗ്രാമിൽ ബേസിക്കലി ദേ സേ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് എ മെക്കാനിസം ടു ഇംപ്ലിമെന്റ് തറവ് ചെക്ക് ഓഫ് സർട്ടൻ മെറ്റീരിയൽസ്. അതിനുള്ള ഒരു മെക്കാനിസം അവർക്കില്ല. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരിക്കൽ പറഞ്ഞത് ദേ കണ്ടക്ട് അറൌണ്ട് 32 സർവേസ് എവറി ഇയർ. അതിനകത്ത് they don't, and some of the surveys it has to be really given or even showcased to the public. അവർക്ക് അതിനുള്ള മെക്കാനിസം ഇല്ല. സോ ഇതിനൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് ആസ് വി ആർ ഇൻ ടു IR 4.0 ടെക്നോളജീസ് നമുക്ക് അതിനകത്തുള്ള മെക്കാനിസംസ് ഉണ്ട്. വി ഹാവ് പ്ലാറ്റ്ഫോംസ്, വി ഹാവ് ടൂൾസ്, വി ഹാവ് ടെക്നോളജി വെയർ ദീസ് ക്യാൻ ബി റീച്ച് ടു ദി പബ്ലിക്. അപ്പൊ പബ്ലിക് അറിയേണ്ട ഇൻഫർമേഷൻസ് ഇറ്റ് ഷുഡ് റീച്ച് ദം. അപ്പൊ അതിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് ഒരു എക്സാമ്പിൾ. അങ്ങനെ ഈ ഏതാണ്ട് 1950 പ്രോബ്ലം, റിയൽ വേൾഡ് പ്രോബ്ലം ഇഷ്യൂസ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഇപ്പൊ എ സ്റ്റുഡന്റ് ഇഫ് ഫൈൻഡ്സ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് എ പ്രോബ്ലം ഫ്രം ദി സൊസൈറ്റി, വി പ്രൊവൈഡഡ് എ പ്രോജക്ട് ഷെൽഫ്. അവിടെ പ്രോബ്ലംസിന്റെ കുറെ ഈ 1950 പ്രോബ്ലംസ് വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് they can choose and they can go for submitting an idea, innovative idea based on this problem statement. ഇതാണ് എക്കോസിസ്റ്റം പാർട്ണർ. ഇതിനകത്ത് കൂടുതൽ ഞാനൊന്നും പറയാനില്ല. YAP എന്ന് പറയുന്ന പ്രോഗ്രാം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡൺ എലോൺ. ഞാൻ പറഞ്ഞു ഇന്നോവേഷൻ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. സോ YAP ആസ് എ പ്രോഗ്രാം ഡൺ ബൈ KDisk, it's a flagship program. It has been revolved around or supported by plenty of educational institutions, universities, you can see there, and research institutions, at the same time corporates. അതുപോലെയുള്ള പല ആൾക്കാരും ഗവൺമെന്റ് ഓർഗനൈസേഷൻസും എല്ലാ പല ഡൊമൈനിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും എല്ലാം കൂടി സപ്പോർട്ട് ചെയ്ത ഒരു ഇക്കോസിസ്റ്റമാണ് YAP റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡൊമൈനനുസരിച്ച് നമുക്ക് ഡൊമൈൻ എക്സ്പെർട്ടീസ് കൊടുക്കാൻ പറ്റുന്നത്. അതനുസരിച്ചിട്ടുള്ള നമുക്ക് മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് അവരുടെ പ്രോബ്ലം കുറച്ചുകൂടി റിഫൈൻ ചെയ്ത് അവർക്ക് സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഇങ്ങനെ ഒരു വലിയൊരു ഇക്കോസിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. Then categories, as I told you, these are the 3 categories how this YAP program runs. School totally different ആയിട്ട് നടത്തുന്ന ഒരു സംഭവമാണ്. അത് 8, 9, 10, 11 and 12 combined together. കാരണം കുട്ടികളായതുകൊണ്ട് നമ്മൾ അത് സെപ്പറേറ്റ് ഒരു ഇതായിട്ടാണ് നടത്തുന്ന category 1, and that has been under the DG. Then next category 2, 3 and 4 will be done together. അത് ഒന്നിച്ചാണ് ഇപ്പൊ നടക്കുന്നത്. സോ category 2 നമുക്കറിയാം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, then collegiate education, universities, research institutions. Category 3 all medical, ayurveda, homeopathic, nursing, everything comes under it. And category 4 is for employment and training. These are the 4 different categories how the YAP program runs.
then you can see the progress. This is something very fascinating idea which we can see, like student participation. YAP 1.0 when started in 2018, it was just only 1,320 students. 22 YAP 2.0 it's become 3,950. 3.0 and 13,002. YAP 4.0, you can see a big leap in there, right? So around 2,512. From there, from when we reached to YAP 5.0, it was around 1,58,965. And now in 6.0, it was 2,13,473. So there's a steep increase. And one of the important things we should understand, like even this generation, the so-called, we call it as the millennials, the alpha, or the coming beta, or whatever. So the mindset of the students is different. And even the education system is also changing. So as you know that basically, it's not just mugging up something, learning something. This information is everywhere. Right now, we know that if I have a mobile phone, I can get information everywhere. So it's not just getting information. How I implement that different, what is called that innovation quotient into it, and what is my contribution or my team's contribution, where I can innovate something new for the betterment of society. So every domain and every student should think in that line. Our line like critical and chindichodangit. Our create, synthesize, other generation that thought process is different. Ecosystem, the whole ecosystem is changing. VC sir Elon Musk see, basically, you know, it's a very young company. Elon Musk in the company and SpaceX, when you talk about SpaceX or even Tesla, it's a very young company. It's not an old company, right? Our young company, see the amount of effort they put, where they bring up something very, very innovative. Even the space tech, even the human logistics, driverless car, even space. So, so even our students are also inclined towards that. And even in terms of idea generation, you can see how the idea generated and supported. In YAP 1.0, from 2.4 ideas to then finally it comes around 22. In YAP 2.0, it was 1,003, where 102 ideas finally came out. Out of in 3.2, it was 3,747 ideas and 96 came out. And from 4.2, it was 9,404, where 1,014 ideas came out well. And in 5.2, it was 17,877. And in 6.0, it was around 25,352. The results were out. So the last slide I will share. So basically, this is how the progress. So there was a steep or a leapfrog in terms of the progression of YAP program and the acceptance among the students too, because even students want to do something differently. And this is how the registrations, you can see the school registration. So we just want to show how it has been moving up. Like from 5.8, it was 57,200 registrations to 6,300 ideas. In 6.8, it was 1,272,792 registrations to 1,692 ideas. In 7.0, for schools, we have just completed a school registration, 1,98,123 registrations. From there, we got around 17,020 ideas. So there's a steep increase in terms of the number of ideas. So കുട്ടികളും ചിന്തിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ നമുക്കറിയാൻ പറ്റും. അവരിന്നും ഈ ലോകത്ത് AI-യുടെയും ML-യുടെയും കാലത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും. So there's a drastic change which is happening, right? And you can see this is the winners. ഇത് ഞങ്ങളിപ്പം University of Calicut അകത്ത് വരുന്ന കോളേജിലെ മാത്രമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. 5.0, 6.0 ഡിസ്ട്രിക്ട് ലെവൽ റിസൾട്ട്സ് ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് കോളേജസിന്റെ ഞാൻ എല്ലാം വായിക്കുന്നില്ല. ബട്ട് അറൌണ്ട് 25 team qualified for district level. You can see the different segments of colleges. ഓരോ കോളേജസും എത്ര ഐഡിയാസ് വെച്ച് ക്വാളിഫൈഡ് ഡിസ്ട്രിക്ട് ലെവൽ വിൻ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രം മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എല്ലാ വയനാട് പോലും എല്ലാം ഇതിലും വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് കംസ് ഔട്ട്. So our total 21 ടീമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 5.0, 6.0. So some are very excellent and thought-provoking ideas. അതെല്ലാം നല്ലതായിരുന്നു. So there can be asked, what is the benefit as a student? It says that training on concepts of innovation and entrepreneurship, we give a lot of what is called the hand-holding as well as deep training on innovation
ഡിസൈൻ തിങ്കിങ്, ഓണ്ടർപ്രണർഷിപ്പ്, ഞാൻ പറഞ്ഞ ഏരിയാസിലെല്ലാം ബേസിക്കലി ഇപ്പൊ ഇതിനകത്ത് ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ പരാജയപ്പെട്ടാലും. സോ ഫെയിലിയർ എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഷുഡ് ലേൺ ടു ഫെയിൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം even if they go for jobs, even private companies ജോബിന് പോയാലും right now companies are asking in terms of innovation. അവർ innovation basis ലാണ് ചോദിക്കുന്നത്. I have a problem, right? They are not asking about the things you learned inside the classroom. ബുക്സിനകത്തുള്ളതെന്ന് അവർ ചോദിക്കുന്നില്ല. They may ask about some innovative projects you have done, some of the innovative ventures you are ventured into, innovation led ventures എന്തൊക്കെ നിങ്ങൾ ചെയ്തു, what was your contribution, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അതിനൊരു വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. And even they explain some of the real world problems which the company faces. As a employee, as a potential employee, how are you going to solve it? What is your concept? What is your idea? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. So this YAP program is not just helping or winning an idea, winning a state level competition, or not just starting a enterprise, or not just taking a patent. ഇപ്പൊ ഇതിനകത്ത് അവർക്ക് പേറ്റന്റ് എടുക്കാനുള്ള ഐഡിയാസിന് പേറ്റന്റ് എടുക്കാനുള്ള സപ്പോർട്ട് ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടേക്കിംഗ് എ പേറ്റന്റ് ഓർ ഓണിംഗ് എൻ IPR, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊന്നും ഇല്ലെങ്കിൽ പോലും they can really get a feel about what is this innovation ecosystem, how to resolve a problem, a real world problem എനിക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട, but I can become a part of an entrepreneurial journey in a company where I can contribute for solving real world problems. Our level companies also, they evaluate students. Then mentoring by experts, you will get excellent mentoring by different experts based on their domain. Funding after selection, you get activity points. Work in coordinated projects of universities. Based on your work, based on your idea, you can work in coordinated projects of universities. Then you will get certificates for institution, facilitators, then foundation for career development. There's a chance where you will get help, or you'll get some training on your career development. Then pride for contributing back to society. The another important thing is like you can feel the pride, or you can proud of that I am contributing back to society എന്നുള്ള ഒരു ഫാക്ടർ അതിനകത്ത് വളരെ ഇതായിട്ട് വരുന്നുണ്ട്. So these are the benefits. So these are the 7-point timelines. You can say idea submission starts from 13 September onwards, and ഇത് 31st October വരെയാണ് നമ്മുടെ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി കിടക്കുന്നത്. Then you can start doing your registrations now. Then preliminary evaluation will be on November 2024, and there's a voice of stakeholder training. ഞാൻ നേരത്തെ പറഞ്ഞു, you should get insights from the stakeholder. അപ്പം സ്റ്റേക്ക് അടുത്ത് പോയി ചോദിക്കേണ്ട ചോദ്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരു ട്രെയിനിങ് ഉണ്ടാവും. അപ്പം അത് December 2024 തീരുന്നത്. Then district level evaluation is on 2025. ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷൻ ട്രെയിനിങ്, 6 ഏരിയയുള്ള ഇമോഷൻ ട്രെയിനിങ് will happen February 25, and state level evaluation will happen on March 2025. So what happens is like നമ്മൾ ഇത്തവണ ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് we are very strict on this schedule, because schedule നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ വർഷവും ഇതുള്ളതുകൊണ്ട്. സോ എല്ലാവരും അത് എപ്പോഴും മനസ്സിരിക്കുക. നമ്മളും അത് വളരെ ഇതായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്കെഡ്യൂൾസ് വി ഡോണ്ട് മിസ്. അപ്പൊ ഇതിനകത്ത് വെച്ചിട്ടാണ് പലപ്പോഴും നമുക്ക് പല സംഭവങ്ങളും സബ്മിഷൻസും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇതിങ്ങനെ ലാഗായി പോകുന്നത്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ദിസ് ടൈം 7.0 onwards we took a decision that we'll be very strict and we'll be sticking to the timelines. Then ഇത് പല അവാർഡ്സുകളാണ്. ഈവൻ നമുക്കറിയാൻ പറ്റുന്ന പല award winning YAP programs and awards win ചെയ്തതാണ്. Even from the honorable president, you can see that different KMA awards, ICT Academy award, ഒത്തിരി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. See, I was also part of ISTD awards ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഈ YAP program നമ്മൾ ഫോക്കസ് ചെയ്ത സമയത്ത് when we presented this in Delhi, presently I got a feeling that when we presented about this, one of the innovative practices of the state, and fortunately നമുക്കാണ് അത് കിട്ടിയത് ബെസ്റ്റ് ആയിട്ട്. സോ ഈ ഉള്ള മറ്റുള്ള സംസ്ഥാനത്തുനിന്നും ഈവൻ NTPC മുതൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മുതൽ അതുപോലെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ മുതലുള്ള വലിയ മഹാരത്ന നവരത്ന ഓർഗനൈസേഷൻസും കോർപ്പറേഷൻസും കമ്പനികളും വന്ന പ്രോഗ്രാമിൽ ഈവൻ ആ ഒരു കോൺടെസ്റ്റ് പോലും we were able to really pitch this YAP program as one of the unique innovative practice എന്നുള്ളത് നമ്മൾ പിച്ച് ചെയ്തായിരുന്നു. And they were all so happy and delighted to see such a program. അവർക്ക് അത് ഭയങ്കരമായിട്ട് ഒരു ഇതായിട്ട് തോന്നിയ പ്രോഗ്രാം. അവർ പറയുന്നുണ്ടായിരുന്നു കേരളത്തിനല്ല ഇതുപോലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. സോ that is the benefit as a leverage. അതിനകത്തൊരു ബേസിക്കലി അത് സൊസൈറ്റിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ആരും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു നല്ലൊരു
നല്ലൊരു പ്രോഗ്രാമാണ്. ഇതിന് വളരെ എൻറിച്ചിങ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് സ്റ്റേറ്റിലെ ബേസിക്കലി ഒരു നോളജ് ഇക്കോണമി ബൂസ്റ്റ് ചെയ്യാനും കുട്ടികളുടെ ഒരു ഭൗതികമായ രീതിയിലുള്ള വളർച്ചയ്ക്കും ഈ YAP പ്രോഗ്രാം ശരിക്കും മുതൽക്കൂട്ടാവുന്ന ഒരു പ്രോഗ്രാം ആണെന്നുള്ളത് അതിൽ കണ്ടെത്തൽ അതിനനുസരിച്ചാണ് നമുക്ക് ഇത്രയും അവാർഡ്സുകൾ നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവൽ കിട്ടിയത്. So these are some of the funded projects earlier. നമ്മൾ നേരത്തെ ചെയ്ത YAPയുടെ ഫണ്ടഡ് പ്രോജക്ട്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം ഓരോ YAP ഇന്നോവേഷനുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ YAPയുടെ ഭാഗമായിട്ട് വിന്നേഴ്സ് കൊണ്ടുവന്നവരാണ്. സം ഓഫ് ദം ആർ വെരി വെരി ഫാസിനേറ്റിംഗ് പ്രോജക്ട്സ്. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഓരോന്നിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ YAPയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഹാൾ ഓഫ് ഫെയിം വീഡിയോസ് ഉണ്ട്. അതിനകത്ത് ഓരോ കുട്ടികളും അവരവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ചും അവരുടെ സൊല്യൂഷനെ കുറിച്ചും ഒക്കെ പറയുന്നത് അതിനകത്തുണ്ട്. എന്റർപ്രൈസ് ക്രിയേറ്റ് ചെയ്തതും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിനകത്ത് കയറുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. സോ ദീസ് ആർ സം ഓഫ് ദി ഗ്ലിംസ് ഓഫ് സർട്ടൺ examples of some of the YAP funded projects. Our key ask is like what we ask is like, one is the registration of students. Maximum students register here. Stick on the timelines and idea submission. Basically കാര്യങ്ങൾ മനസ്സിലാക്കി പ്രോബ്ലം കൃത്യമായിട്ട് പഠിച്ച് നല്ല ഐഡിയകൾ നമ്മൾ സേക്ക് ഓഫ് സബ്മിഷന് വേണ്ടി നമ്മൾ ഒരിക്കലും ഐഡിയ സബ്മിറ്റ് ചെയ്യരുത്. ഐ വോണ്ട് ടു കോൺട്രിബ്യൂട്ട്, ഐ വോണ്ട് ടു മേക്ക് എ ചേഞ്ച് എന്നുള്ള രീതിയിലേക്ക്, ഐ വോണ്ട് സബ്മിറ്റ് ദിസ്, ഒരിക്കലും ഐഡിയ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ വേണം ഐഡിയ സബ്മിറ്റ് ചെയ്യാനായിട്ട്. സോ ആസ് ടീച്ചേഴ്സ്, ആസ് മെന്റേഴ്സ്, യു ഷുഡ് ഓൾസോ encourage and inspire students so that they can also come up with some very very fascinating, interesting ideas. So this is all about this. So right now I sign off here, and now my colleague Kumaresh is there. He will take you to the registration process, how you can do this registration with regard to the YAP 7.0. നമസ്കാരം. നമസ്കാരം. ഞാനിവിടെ YAP പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഐഡിയ സബ്മിറ്റ് ചെയ്യാം, എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിനെ കുറിച്ച് പറയുകയാണ്. ആദ്യമേ നിങ്ങൾ YAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ പറ്റും. അവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ, അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ അതുപോലെ വരും. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ മെയിൽ ID, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഡിസ്ട്രിക്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് ഇത്രയാണ് നിങ്ങൾ അവിടെ ആദ്യത്തെ വിൻഡോയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ മെയിൽ ID കൊടുത്തു കഴിയുമ്പോൾ മെയിൽ ID വെരിഫൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTP മെയിലിൽ വരും. അതിൽ ഒരു 4 ഡിജിറ്റ് ആണ്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫോണിലേക്കും ഒരു OTP വരും. അത് വെരിഫൈ ചെയ്യുക. അത് കഴിയുമ്പോൾ കണ്ടിന്യൂ ഞെക്കുക. കണ്ടിന്യൂ ഞെക്കി കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ലോഗിൻ ചെയ്യും. അത് കൂടാതെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും നിങ്ങളുടെ മെയിലിലേക്ക് വരുന്നതുമാണ്. അപ്പം ഇനി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽ, നിങ്ങളിപ്പം ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. അങ്ങനെ കൂടുതലായിട്ടുള്ള നിങ്ങളുടെ ജെൻഡർ എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, കാറ്റഗറി ഏതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2 ഫയൽ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ ഫോട്ടോ, അത് നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വെബ് ക്യാം യൂസ് ചെയ്ത് അപ്പം തന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അത് കൂടാതെ നിങ്ങളുടെ ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ഒരു ഐഡിയോ നിങ്ങൾക്ക് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്കാണ്. ഡാഷ്ബോർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് VOS സർവേ നടത്താം. സാറ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു VOS സർവേ നടത്തണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് VOS സർവേ, വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എന്താണെന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ട്. അത് ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് ചൂസ് ആയിട്ടുള്ളത് ആ ലാംഗ്വേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. വീഡിയോ മൊത്തവും കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തതൊരു ക്യൂസാണ്. ഒരു 10 ചോദ്യങ്ങൾ വരുന്ന VOS ക്യൂസ് ഉണ്ട്. ആ ക്യൂസ് നിങ്ങൾ 10 ചെയ്യണം. അതിനകത്ത് 10 മിനിമം 7 ക്യൂസെങ്കിലും കംപ്ലീറ്റ് ആയി പ്രോപ്പറായിട്ട് ആൻസർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീട്രൈ ചെയ്യാം. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് റീട്രൈ ചെയ്യാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് VOS സർവേയുടെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് ഡാഷ്ബോർഡിലേക്ക് എത്തും. ഡാഷ്ബോർഡിൽ നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഒരു ഗ്രൂപ്പ് ക്രിയേഷൻ ആണ്. അപ്പോൾ ഗ്രൂപ്പ് ക്രിയേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുക. പേര് കൊടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ക്രിയേറ്റ് നൗ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ ഐഡിയും അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ പേരും പാസ്വേഡും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് കൂടാതെ നിങ്ങളുടെ മെയിലിലേക്കും ഈ ഗ്രൂപ്പിന്റെ പേരും പാസ്വേഡും മെയിൽ ഐഡിയും ഡീറ്റെയിൽസും നമുക്ക് വരുന്നതാണ്. ആ ഗ്രൂപ്പ് ID വെച്ച് വേറൊരു സ്റ്റുഡന്റിന് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അതായത് നേരത്തെ സാറ് പറഞ്ഞ പോലെ മനോജ് സാർ പറഞ്ഞ പോലെ നമുക്ക് മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ID സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ലീഡർ ID സബ്മിറ്റ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ലീഡറാണ്. അപ്പോൾ ബാക്കി ഒരു ഗ്രൂപ്പ് മെമ്പറിന് ഈ ID വെച്ച് ഈ ഗ്രൂപ്പിന്റെ പേര് ID വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ സബ്മിറ്റേഷനിലേക്ക് നെക്സ്റ്റ് പോകാവുന്നതാണ്. ഇനി ID സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ സാറ് പറഞ്ഞ പോലെ 2 ഓപ്ഷനാണ്. ഒന്ന് എക്സിസ്റ്റിംഗ് ഐഡിയ നിങ്ങൾക്ക് പ്രോബ്ലം ഷെൽഫിൽ നിന്ന് വേണമെങ്കിൽ ID സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ഐഡിയ സബ്മിറ്റ് ചെയ്യാം. നിങ്ങളിപ്പം പ്രോബ്ലം ഷെൽഫാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഷെൽഫ് ചൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഷെൽഫിൻ്റെ അകത്ത് ഇപ്പം സാറ് പറഞ്ഞ പോലെ നമുക്ക് പലതരത്തിലുള്ള സെക്ടേഴ്സിൽ നിന്നും പലതരത്തിലുള്ള ടീം ബേസ്ഡ് ഐഡിയാസ് ഉണ്ട്. നിങ്ങൾ ആ ഐഡിയ ചൂസ് ചെയ്യുക. ഐഡിയ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ ഐഡിയ അത് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി പ്രീഫിൽഡ് ആയിട്ട് കുറെ ഈ പ്രോബ്ലം ഷെൽഫിന്റെ അകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറെ ഐഡിയാസ് പ്രീഫിൽഡ് ആയിട്ടുള്ള ഡേറ്റാസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആ പ്രീഫിൽഡ് അല്ലാത്ത ഡേറ്റാസ് നിങ്ങൾക്ക് ഡേറ്റാസ് നിങ്ങൾക്ക് എൻട്രി ചെയ്ത് ഡീറ്റെയിൽ കൊടുക്കാം. അതെന്താണ് ഐഡിയ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലും കൊടുക്കാം. അങ്ങനെയാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ ചോദിക്കുന്നത്. ഇത് ഐഡിയാസ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഡേറ്റാസ് മെന്റർ ആരാണ്, നിങ്ങളുടെ മെന്ററായിട്ട് ചൂസ് ചെയ്യുന്ന ആരാണ്, ആ മെന്ററിന്റെ ടീച്ചറിന്റെ അല്ലെങ്കിൽ മെന്ററിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അതുകൂടാതെ അതിന്റെ ആ ഒരു ഐഡിയയെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റും അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഒപ്പം തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനം VOS സർവേ ആണ്. ആ VOS സർവേ നടത്തിയതിന്റെ ഒരു ഡോക്യുമെന്റ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു കുമരേഷൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മുടെ YIPയുടെ സൈറ്റിൽ തന്നെ കോണ്ടാക്ട് എന്നുള്ള പേജിൽ അതാത് ജില്ലകളിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സിന്റെ നമ്പറുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ ഡൗട്ടുകളൊന്നും ഇല്ലാത്തതിനാൽ നമ്മൾ ഡയറക്റ്റ്ലി വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കിടക്കുകയാണ്. ഓവർ ടു യു ബിജു സാർ. ഓക്കെ, താങ്ക് യു ജുൽഫർ, താങ്ക് യു ഡോക്ടർ മനോജ്. അപ്പോൾ ആദ്യമായിട്ട് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓണറബിൾ വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ സാറ് ഈ മീറ്റിംഗ് ഗ്രേസ് ചെയ്യേണ്ട അദ്ദേഹത്തോട് ഉള്ള കടപ്പാട് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനായിട്ട് സഹായിച്ച നമ്മുടെ YIP കോർഡിനേറ്റർ ഡോക്ടർ ഷാഹിൻ സാറിനോട് ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ YIPയെ പറ്റി സെഷൻ എടുത്ത് ഡോക്ടർ AS മനോജ്, KDISCന്റെ ഹെഡ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ ഓറിയന്റേഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ പറ്റി നൽകിയ ശ്രീ CS കുമരേശൻ, KDISCന്റെ എക്സിക്യൂട്ടീവ് ആണ്. പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിൻസിപ്പാൾമാർ, YIP കോർഡിനേറ്റേഴ്സ്, ഫെസിലിറ്റേറ്റേഴ്സ്, അതുപോലെ തന്നെ KDISCന്റെ ജില്ലാ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സ്, എല്ലാവരോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ YIP പ്രോഗ്രാം ഏറ്റവും സക്സസ്ഫുൾ ആയി തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു എവരി വൺ. സാർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലേ സാർ?
ഇനി എന്തെങ്കിലും ഉണ്ടോ എനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ സെഷന്റെ റെക്കോർഡിംഗ് പാർട്ടിസിപ്പൻസിന് ഷെയർ ചെയ്യുന്നതാണ്, വീഡിയോ റെക്കോർഡിംഗ്. അതോടൊപ്പം തന്നെ ജില്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അത് ജില്ലയിലുള്ള എക്സിക്യൂട്ടീവ്സിനെ എന്ത് സംശയത്തിനും വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലും വിളിക്കാവുന്നതാണ്. സോ താങ്ക് യു. അതായത് ജില്ലയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസിന്റെ വെബ് പേജ് ലിങ്ക് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു എവരി വൺ. താങ്ക് യു സർ. താങ്ക് യു.